ഞാൻ ഇച്ചുവിന് എൻ്റെ പഴയ ഓർമ്മകൾ കാണിക്കാനായിട്ട്. പഴയ ഓർമ്മകൾ ഉദ്ദേശം എന്താ? നീ പഴയ ബോയ് ഫ്രണ്ടായിട്ട് വന്ന സ്ഥലങ്ങളാണോ ഉദ്ദേശിച്ചത്? ബോയ് ഫ്രണ്ടായിട്ട് വേറെ സ്ഥലങ്ങൾ പോകാറ്. എൻ്റെ ഓഫീസിലെ പിള്ളേരായിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അതാണെങ്കിൽ ഞങ്ങൾ മൂന്ന് വഴിക്ക് പോയി കേട്ടോ വന്നിട്ടേ. അതേ ഞാൻ മമ്മിയുടെ കൂടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ക്ലോസ് ആവുന്ന വർത്താനം പറഞ്ഞ് നടന്നു അവിടെ നിന്നിട്ട് കാണാനുള്ള ഇപ്പഴത്തെ വെള്ളം ഇപ്പഴത്തെ ഗാർഡൻ. നൈസ്. ഇവിടെ മീൻ പിടിക്കാൻ ഈ സാധനത്തിന്റെ പേരെന്താന്നറിയോ? മീൻ പിടിക്കുന്ന സാധനം അല്ല, ചൈനീസ് വലാന്നറിയോ? ചൈനീസ് ചൈനീസ് ട്രാപ്പ്. ഇതേ പള്ളി കാനായുള്ള ഖനായ ആൾക്കാരുടെ. ഇത് പാലം. ഇതെന്താന്നറിയോ? ദിസ് ഈസ് എന്നിട്ടാ കെട്ട് കൃഷി എന്ന് പറയും. അതിനുള്ള മീൻ ഇട്ടിട്ട് ഫുഡൊന്നും കൊടുക്കണ്ട. ഇതിൽ ഫുഡ് കഴിക്കും, മീൻ പെട്ടെന്ന് വലുതാവും. കൂട് കൃഷി, കേജ് കൃഷി, കൂട്ട് കൃഷി. കണപ്പർ കണ്ടോളൂ. ഇത് നല്ല ഡെലിവറി ഫുള്ള് ചെയ്ത ഭയങ്കര കാശുണ്ടാക്കുക. മീൻ ചാവൂല്ല, ഫുഡും കൊടുക്കണ്ട, മീൻ പോവില്ല. ടിക്കറ്റ് എടുത്തു 10 മുസറിസ് പ്രൊജക്ട് ലിമിറ്റഡ് കോട്ടപ്പുറം ഫോർട്ട്. മൺഡേ ഹോളിഡേ എന്താ മൺഡേ ഹോളിഡേ? ഞാൻ പോയിട്ടോ ഫോർട്ട്. നൈസാണല്ലോ. ഡെറ്റ ടോയ്ലറ്റിലേക്ക് ഓടുന്നു. വേഗം പോയിട്ടാ. ഈ കോട്ടപ്പുറം ഫോർട്ട് ഉണ്ടാക്കിയത് പോർച്ചുഗീസുകാരാണ്. CE 1523. അതിന് ഡച്ചാർ ഫോർട്ട് ക്യാപ്ചർ ചെയ്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ട്രാവൻ കൊടുക്കുന്ന പർച്ചേസ്. എന്നിട്ട് ഈ ട്രാവൻകൂർ അവർ പർച്ചേസ് ചെയ്തു 1789. അതിന് ടിപ്പു സുൽത്താൻ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞെന്നാണ് പറയണം. പിന്നെ കുറേ വർഷത്തേക്ക് അടച്ചിട്ടിട്ട് 2009 വീണ്ടും ഗവൺമെൻറ് ഓഫ് കേരള ഓപ്പൺ ചെയ്ത് ഡച്ച് പോർച്ചുഗീസ്. ഈ മലയാളം കഥ കാണണമെങ്കിൽ മലയാളത്തിലൂടെ എഴുതിയിട്ടുണ്ട്, വായിച്ചോളൂ. ഇവിടെ ഇത്രമാത്രം സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഹ്യൂമിഡിറ്റിയുടെ ഒരു സാധനമുണ്ട്. ലൈക്ക് നല്ല അടിപൊളി മരം, പ്രകൃതിയാണ്. ഇത് കൂടെ പോകാം നോക്കി. ഫോട്ടോ കണ്ട, ഇത് ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ട. എത്ര പണ്ടത്തെ ഫോർട്ടിൻ്റെ. ഇതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ ആരുമില്ലല്ലോ ഇത്ര നല്ല സ്ഥലം ഉണ്ടായിട്ട്. ആ സമയത്ത് ആൾക്കാരുണ്ടോ? കണ്ട നല്ല കട്ട വലിയ കാരണം ഡിറ്റ ഐഡിയാസ് പറയണ്. ആ സമയത്ത് ഫാമിലീസ് വരില്ല. ഞങ്ങൾ നല്ല വെയില് നേരാ. വീട്ടിൽ നിന്ന് കാലത്ത് ഇറങ്ങി കുറച്ചേരം ഇവിടെ നടന്നു, കുറച്ചേരം അവിടെ നടന്നു, ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ. അപ്പൊ ആ സമയത്ത് ഇവിടെ ഫുള്ള് കപ്പിൾസ് ആണ്. അല്ലേ? അപ്പൊ അത് ഞാൻ വിചാരിച്ചപ്പോ എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇവിടെ ഒക്കെ ഇരിക്കണ്ടോ എനിക്ക് തോന്നണ്ടേ. ആ സമയത്ത് ഫാമിലി ടീംസ് ഇറങ്ങില്ല. പപ്പ മമ്മി 2 പിള്ളേര് അങ്ങനത്തെ ആൾക്കാര് വരില്ല. വെയില് തല കഴിഞ്ഞ്. അപ്പൊ ആ സമയത്താണ് ഇവിടെ നിറച്ച് കപ്പിൾസും. പക്ഷേ ഇവിടെ നല്ല തണുപ്പില്ല. ലൈക്ക് അതെന്താന്നറിയോ? ഈ വെള്ളം ചൂടായിട്ടേ ആ ചൂട് കാറ്റ് ഇവിടെ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇച്ചു പിന്നെ കംപ്ലൈന്റ് അറിയേ, വീഡിയോ ഇപ്പൊ ഞാൻ ഇല്ല അന്നെ കാണിക്കണില്ല എന്ന് വെച്ച് കംപ്ലൈന്റ് അറിയാ. ഇച്ചു പറയാറുണ്ട് കേട്ടാ. കഴിഞ്ഞ നശിച്ച് പറഞ്ഞു. ഇത് ഇവിടെ ബോട്ട് റേസ് ഇരിക്കാൻ വേണ്ടി ആൾക്കാർക്ക് പണിതാണ്. ഇതിനുള്ളിൽ നിന്ന് മണ്ണുകൊണ്ട് നിർമ്മിച്ച തറ. ഇതൊക്കെ കിട്ടിയതാണോ? പക്ഷെ മലയാളത്തിൽ ആർക്ക് മനസ്സിലാവും? മലയാളം അറിയുന്നവർക്ക് മനസ്സിലാവും. ഇവിടെ പുറത്തുനിന്ന് ആൾക്കാരൊന്നുമല്ല, ഇവിടെ നാട്ടുകാരൊന്നും ഇല്ലാന്നാണോ? ഇത് ഈ സാധനങ്ങൾക്ക് ഇവിടെ ലഭിച്ചത് ചൈനീസ് പണ്ടത്തെ സാധനങ്ങൾ.
ഇതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ബോള് ഇങ്ങനെയൊക്കെ ഷേപ്പ് കാര്യങ്ങൾ. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ ഫോട്ടോ എന്ന് പറയാനായിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ഈ 2-3 പീസുകളുള്ളോ. ബാക്കി ഫോട്ടോ ലൈക്ക് എന്തെങ്കിലും വേണ്ടേ? വേണോ? അപ്പൊ ഇത്ര ചെറിയ ഫോട്ടോ അല്ല, ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടാ, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അത് കവേർഡ് ആയിരുന്നതൊക്കെ പൊട്ടിപ്പോയി. റിവർ ഇച്ചി ഇങ്ങനെ നടക്ക, ഇങ്ങനെ അതല്ല, ഇങ്ങനെ ഇങ്ങനെ എന്നെ നോക്ക്. കഴിഞ്ഞ അവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. താഴേക്കൂടെ പോണേ ശരിക്കും കുറച്ച് ഉള്ളൂ. ഒരു ഏക്കർ. അതെന്റെ അച്ചു, അതെന്റെ ആണ്. വീടുകളായി അപ്പുറത്ത് നമ്മ അങ്ങോട്ട് പോകാതെ നോക്കിയ വെള്ളത്തിന്റെ അവിടേക്ക്. ഇതിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇതിൽ കൂടെ ഇറങ്ങാൻ പറ്റാണ്ട് ഇവര് ഇത് പണിതിട്ടുണ്ടെങ്കിൽ വേറെ മണ്ടന്മാർ സ്റ്റെപ്പുണ്ടോ നോക്കിയേ. നീ അത് പിടിച്ചിട്ട് വീഴാൻ നിൽക്കണ്ട. അതേ നല്ല സ്റ്റെപ്പ്. അതല്ല കർത്താവ്, ഇത് പക്ഷെ ഈ സ്റ്റെപ്പ് ഞാൻ ഇപ്പൊ 2 പ്രാവശ്യം മാത്രമേ ആദ്യമായിട്ട് കാണുന്നത്. അത് സ്വാഭാവികം. പണ്ടൊക്കെ നമ്മൾ പലയിടത്തും പോയിട്ട് റൊമാൻസ് ചെയ്തിട്ടുണ്ടല്ലോ. അസൂയ അസൂയ. ഇത് ജയില്, അത് റൂമാണോ എന്താ ഉദ്ദേശിച്ചത്? പണ്ടത്തെ ആൾക്കാർക്ക് ജയിക്കണ്ടേ? ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ അടച്ചിട്ടുള്ള സാധനങ്ങളെ. ഇതെന്താ ഡിറ്റ് തമ്മനിലേക്ക് കൊണ്ടുപോകാനുള്ള സൈക്കോളജിക്കൽ മൂവ്. എന്തിന്? ഡ്രസ് എടുക്കാനാ? ആ, അന്നത് പെട്ടി ചേക്കണ പെട്ടി. ഇതേ അവിടെ ഒരാള് കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. ഇവിടൊക്കെ എന്താ എഴുതിയുണ്ട്, പക്ഷേ ഇതൊക്കെ മറ്റേ എക്സ്കാവേഷൻ. ഇതാണ് ആ സ്ഥലം, ഇതാണ് ആ സ്ഥലമല്ലേ? കൊട്ടാര അവശിഷ്ടങ്ങൾ ലഭിച്ച തെളിവ് അടിസ്ഥാനത്തിൽ ഈ ഭാഗം രണ്ട് നിലയുള്ള ഒരു കെട്ടിടമാകുമെന്ന് അനുമാനിക്കുന്നു. 400 കിലോ വരുന്ന ഇരുമ്പ് കഷ്ണങ്ങളും വാതിൽ കത്തിക്കരിഞ്ഞ നിലയിൽ 2 നില. ഇതാണ് ഫോട്ടോ സാധനങ്ങൾ. ഇങ്ങനെയായിരുന്നു ഫോട്ടോ. ഇതാണ് ഇവർ ഇവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ. എടീ, നമ്മുടെ വീടിൻ്റെ വഴിയുടെ പേര് തന്നെ പറയുക, കോട്ട ലിങ്ക് റോഡ്. നമ്മളവിടെ ഒരു കോട്ടയുണ്ട്, ടിപ്പു സുൽത്താൻ്റെ. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇത്ര വർഷമായിട്ട്. അതിലായിരിക്കും, അതൊക്കെ ക്ലീൻ ചെയ്തപ്പോഴായിരിക്കും അങ്ങോട്ട്. ഇത് പീരങ്കികളും ഉണ്ടകളാണ്. ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയതാന്ന് പറയുന്നു. ഇതിൻ്റെ ടിപ്പു സുൽത്താൻ കൊടുങ്ങല്ലൂർ കോട്ട ഡച്ചുകാർക്ക് കൊടുക്കാനായിട്ട്. ബാഡിറ്റേ ഇവിടെ എന്തൊക്കെയുണ്ട്? അല്ല, ഇവിടെ ഇത് 2 നിലയായിട്ടുള്ളൊരു കോട്ടയാ. അവിടെ കട്ട റൊമാൻസാണ്. ഇത് ഇവിടെ കട്ട റൊമാൻസാണ്. അപ്പോൾ ഞങ്ങളല്ല, ഇവിടെ എന്ത് ചെയ്തിട്ടില്ല. ട്രാവൻകൂർ ഫോർട്ട് ബിൽഡ് ബൈ ദ പോർച്ചുഗീസ് അബൌട്ട് ഇവിടെ എഴുതിയില്ലേ, അവിടെ CE എഴുതിക്കണം. ഞാൻ ചോദിച്ചു എല്ലാം കാണണം. ഇപ്പം നീ ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ?
അത് ഞാൻ എന്റെ അന്ന് കാണാണ്ടിരുന്നറിയോ? ഇന്ന് ഞാൻ ഇച്ചന്റെ കൂടെ വരുന്ന എനിക്കറിയായിരുന്നു. അന്ന് എനിക്ക് കാണാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണ്ടേ. എന്റെ പൊന്നെ, ഇവിടെ തള്ളു വെക്കുമ്പോ ചവിട്ടി കൂട്ടി ഈ വെള്ളത്തിലിടാന്ന് എനിക്ക് തോന്നാം. പിന്നെ ഈ വെള്ളം ചീത്തയാന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യണില്ല. മിസ്റ്റർ ഇച്ചാമി, don't say that. എന്തേ? മോമോസ് ഉണ്ടോ? അത് പിടിച്ച് കടിക്കോ? മോമോസ് ഇല്ല, അത് മാത്രമുള്ളൂടാ. വായിക്കേണ്ടവർക്ക് വായിക്കാം. പൊന്നു മോള്, അവിടെ പോലീസ് പിടിക്കില്ല. ചീത്തയല്ല, അത് കേക്കാം. പേടിത്തണ്ട് ആൾക്കാരെ കൊണ്ടൊന്നും എവിടെയും വരരുത്. ഒരാള് പോലും ഇല്ലാത്ത കാടുകളൊക്കെയാണ് ഇച്ചനെ കൊണ്ടുപോയത്. ആൾക്കാർ തെറ്റിയായിരിക്കും കേട്ടാ. അങ്ങനെയല്ല, എനിക്ക് നമ്മളിപ്പൊ കറങ്ങാൻ പോയ സ്ഥലങ്ങളൊക്കെ മൂന്നാറൊക്കെ പോകും, ഒരു ആൾക്കാര് പോലും ഇല്ലാത്ത കാടുകളിൽ ഇറങ്ങും. ഇതായിരുന്നു 1523 പോർച്ചുഗൽ ഫോർട്ട്. പുല്ല് ചവിട്ടരുത്, ഇത് നല്ല പുല്ല, പഴയ മരം ചവിട്ടിയിട്ടില്ലല്ല, ഇങ്ങനെ കിടന്ന് നല്ല കാര്യം. പക്ഷെ ഇവിടെ ആൾക്കാർ കുറവാണ്ടോ, നിറച്ച് ആൾക്കാർ വേണം. എത്ര നല്ല സ്ഥലം ഉണ്ടായിട്ട്. ഈ നാട്ടിലെ ആൾക്കാർ ആരും വരില്ല. 7 അല്ല 10 ക്ലോസ് ആക്കണ്ടേ. വൈകിട്ട് 5 മണി ശേഷം 6 മണി ശേഷം ഇവിടെ സുഖമായിട്ട് ഇരുന്ന് കാറ്റ് വെള്ളം. ഇവിടെ ഇരിക്കാൻ സ്ഥലം ഇടണം, എന്നാലാണ്. കല്ലിന് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല ആൾക്കാർക്ക് വർത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇരിക്കാം. ആ പാടത്തല്ലേ? പാടത്തല്ല അല്ല അവളുടെ വീടല്ലേ? പൊറിഞ്ചെന്ന് പറയാം. ജോജുവിന്റെ മനസ്സിലായി. ഇത് അതേതാ പാലം എന്നറിയാം? കൊടുങ്ങല്ലൂർ പാലം. കൊടുങ്ങല്ലൂരല്ല, എനിക്കറിയില്ലാട്ടാ. മുസ്രിസ് പാലം. ഞാൻ ഫുള്ള് മുസ്രിസ്. ഇത് മുസ്രിസ് തൂണ്, ഇതിൽ മുസ്രിസ് രണ്ടാം തോന്നുന്നു.